ഹായ് നമസ്കാരം, ഞാൻ സിക്സർ ബാബുവാണ്. സിക്സർ ഫിഷിംഗ് എഴുതിക്ക് നമ്മളിന്ന് പരിചയപ്പെടുന്നത് പരിചയം എന്ന് പറയുന്നത് ഫിഷിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. നമ്മൾ ചൂണ്ടയെടുക്കുമ്പോൾ അല്ലെങ്കിൽ റോഡ് ആൻഡ് റീൽ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള റീൽ എടുക്കണം, അല്ലെ ഏത് തരം ഫിഷിങ്ങാണ് നിങ്ങൾ ചെയ്യുന്നത്, എവിടെയാണ് ഫിഷിങ്ങിന് പോകുന്നത്, നമ്മുടെ ബീച്ചിൽ അല്ല സർഫ് ഫിഷിങ്, അല്ലെങ്കിൽ പുലിമുട്ടുകളുടെ സൈഡുകളിൽ നിന്ന് ഫിഷിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കായൽ തീരങ്ങളിൽ പുഴ, അങ്ങനെ കുറേ സെലക്ഷനുണ്ട്. നമ്മൾ ഫിഷിങ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് വെറൈറ്റികളാണ്. അപ്പോൾ പല ഏരിയകൾ എല്ലാം കടൽ ഫിഷിങ്, സീ ഫിഷിംഗ് അല്ല, പുലിമുട്ടുകളിലെ ഫിഷിംഗ് അല്ല, പല രീതിയിലാണ് ഫിഷിംഗ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയുള്ള റോഡുകൾ എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ റോഡുകളിൽ ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ഇപ്പോൾ റീലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, എങ്ങനെയുള്ള റീലുകൾ എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫസ്റ്റ് ഒരു ഷിമാനോ FX എന്ന് പറയുന്ന ഒരു റീല്, ആ റീലിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. ഈ റീല് ചെയ്തിരിക്കുന്നത് ലൂർ ഫിഷിംഗ് റീലാണ്. എന്ന് വെച്ചാൽ ലൂർ കാസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ഒരു റീലാണ് ഷിമാനോ FX എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 കിലോ ഡ്രാഗ് കപ്പാസിറ്റിയാണ്. ഇതിനകത്തൊരു 40 LB എന്ന് വെച്ചാൽ ഒരു 24 mm ലൈൻ ഒരു 100 മീറ്റർ കയറും. ഇതിനകത്ത് പിന്നെ ഒത്തിരി ഇപ്പോൾ നമ്മൾ റീൽ നോക്കുമ്പോഴത്തേക്ക് ചിലർ റീലിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതും. പക്ഷേ അതൊന്നും കറക്റ്റ് ആണോന്നില്ല. കമ്പനി അങ്ങനെ എഴുതി വയ്ക്കും. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് അത്രയും പെർഫെക്ഷൻ ആകുന്നില്ല. എൻ്റെ ഒരു അനുഭവം, ഞാനൊരു 10-25 കൊല്ലം 25 അതിന് മേളിലായി കാണും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. ഈ കാണിക്കുന്ന ലെറ്ററിങ് ഒന്നും ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി 8.5 കിലോ എന്ന് പറയും. 8.5 കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ 2 കിലോയ്ക്കും പൊട്ടിച്ച് കളയുന്നവർ കാണും. ചിലപ്പോൾ 15 കിലോ ഉള്ള മീനെ പിടിക്കും. അത് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്. എന്നാലും ഇതിൻ്റെ ഒരു കപ്പാസിറ്റി അവർക്ക് എഴുതി വെച്ചേ പറ്റൂ. ഇതിൻ്റെ ഒരു ഡ്രാഗ് എത്ര ഉണ്ടാകും എന്നുള്ളൊരു പവർ ഉണ്ടല്ലോ, ആ പവർ ഇതിനകത്ത് പറഞ്ഞേ പറ്റൂ. അത് അതിൻ്റെ ലൈൻ mm ലെങ്ത് അതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നതാണ്. mm ഇത്ര, ഇപ്പം 30 mm 180 മീറ്റർ എന്നാണ് മോണോ ലൈൻ്റെ കാണിച്ചിരിക്കുന്നത്. നൈലോൺ മോണോ ഉണ്ടല്ലോ, നൈലോണും ഉണ്ട്, ഇതിൻ്റെ മോണോയും ഉണ്ട്. എന്ന് വെച്ചാൽ ടങ്കീസ് എന്ന് പറയുന്നതുമില്ല. അതിനാണ് നമ്മൾ മോണോ ലൈൻ എന്ന് പറയുന്നത്. ബ്രൈഡൽ ലൈൻ എന്ന് പറയുമ്പോൾ നൈലോൺ മെറ്റീരിയൽ ത്രെഡ് കണക്കുള്ള ഇപ്പോൾ റീലുകളിലൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഞാൻ ഇത് പറയുന്നത് ഇത് അറിയാവുന്നവർക്ക് വേണ്ടിയല്ല, ഫിഷിങ്ങിനെ കുറിച്ച് അറിയാവുന്നവർക്ക് വേണ്ടിയില്ല, അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് ചിലപ്പോൾ സീറോ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഫിഷിംഗ് റോഡ് റീൽ ഇങ്ങനെ TV യിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പ് അങ്ങനെ കണ്ടു കാണും. പക്ഷേ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഇത് കറക്റ്റാണ്. അവർ മാത്രം നല്ലോണം കേൾക്കുക എന്നുള്ള, അറിയുന്നവരൊന്നും നമ്മുടെ മൈൻഡ് ചെയ്യേണ്ട. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അറിയാത്തവർ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡ് പേഴ്സണാണ്, അവരവരുടെ തലച്ചോറിൽ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഫിഷിങ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കെയർ ചെയ്യേണ്ടതും അങ്ങനെയാണ്. അപ്പോൾ ഒരു റീല് എങ്ങനെ നമ്മൾ റോഡിലോട്ട് സെറ്റ് ചെയ്യുക, അത് ഒന്ന് കാണുക. ഞാൻ ഒത്തിരി വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞു, എന്നാലും എൻ്റെതായ ഒരു വീഡിയോയ്ക്കകത്ത് വളരെ കുറച്ചാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഇച്ചിരി ലെങ്ത് കാണും ഈ വീഡിയോ, എന്നാലും കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റീൽ സീറ്റ് എന്ന് പറയും ഇതിന്. ഇത് റോഡിൻ്റെ റീൽ സീറ്റാണ്. ഇത് നമ്മളിങ്ങനെ ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുന്ന ഒരു റണ്ണിങ് ത്രെഡാണ് ഈ ക്ലാമ്പ്. അപ്പോൾ നമ്മൾ കുറച്ച് അകത്തുക, ഇതിൻ്റെ വിത്ത് അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് ഫസ്റ്റ് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കാണണ്ടേ, ഇത് മോനെ നല്ല വീഡിയോ ഒക്കെ നല്ലോണം ഇതുണ്ട്. ഇങ്ങനെ ത്രെഡ് ചെയ്ത് ഇവനെ ലോക്ക് ചെയ്ത് വയ്ക്കാം. ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട, പൊട്ടിച്ച് കളയേണ്ടത് ഒന്ന് ടൈറ്റായിരുന്നാൽ മതി. ഒരു കാര്യത്തിന് ഡ്രാഗ് നോബ് ആയാലും ഈ സ്ക്രൂ ത്രെഡ്, ഈ ഹാൻഡിൽ സ്ക്രൂ ആയാലും ഒന്ന് ഓവറായിട്ട് ചെയ്യണ്ട. എന്നുവെച്ചാൽ കുപ്പിയുടെ അടപ്പ് നല്ലോണം ടൈറ്റാക്കി ലൂസായി പോകുന്നൊരവസ്ഥയാണ്. അതങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഒരു സാധനം അങ്ങനെയാണ്, എന്ത് കാര്യവും നമ്മളങ്ങനെ ആയിരിക്കും. ഓവർ ടൈറ്റിങ് ഒന്നും വേണ്ട ഒരു കാര്യത്തിന്. ഇങ്ങനെ വയ്ക്കുക. ഈ ഡ്രാഗ്, ഇതാണ് ഡ്രാഗ് എന്ന് പറയുന്നത്. ഈ ഡ്രാഗ് എന്തിനാന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കുറേ വിശദമായിട്ട് പറഞ്ഞുതരാം. കുറച്ച് റീലുകൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇതൊരു എൻ്റെ കാര്യങ്ങൾ കുറച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കേൾക്കുക, ക്ഷമയോടുകൂടി കേൾക്കുക. ഇതെന്ന് പറയുന്നത് ഡ്രാഗ് എന്ന് പറയുന്ന സാധനം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കറക്റ്റ് എന്തിനാണ് ഈ ഡ്രാഗ് എന്തിനാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ സത്യം പറഞ്ഞാൽ ഈ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ കപ്പ് ഊരിയെടുക്കാനും കുറച്ചിങ്ങനെ ത്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ വലിയ ഊരി വരും അല്ലോ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഓരോ പാർട്സായിട്ട് വെച്ച് ഇത് ഇങ്ങനെ എടുക്കാം. ഇത് ലൈൻ വൈൻഡ് ചെയ്യുന്ന ഈ ലൈൻ നൂലുകളുണ്ടല്ലോ, ചുറ്റി വയ്ക്കുന്ന ഒരു കപ്പാണ് ഈ സാധനം. ഇതിനകത്താണ് നമ്മൾ നൂല് ചുറ്റി വയ്ക്കുന്നത്.
എന്നിട്ട് ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നൂല് ഊരുവാൻ ഇതുപോലെ ഊരിയെടുക്കാം. ഇത് ഊരിയെടുക്കും വളരെ ശ്രദ്ധിക്കണം. ഊരുന്ന നേരെ താഴോട്ട് കടലിലോ കല്ലിൻ്റെ ഇടയിലോ പോകുന്ന രീതിയിലായിരുന്നു. നമ്മൾ പ്ലെയിനായ സ്ഥലത്ത് വെച്ച് നല്ല താഴെ വീണാലും എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ച് ഇത് ഊരാവുള്ളൂ. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ എഡ്ജ്, ഈ സ്പൂളിൻ്റെ എഡ്ജ് ഒരിക്കലും ഷാർപ്പാക്കരുത്. തോന്നാണ് കിട്ട് തട്ടി 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 അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് കല്ലിൻ്റെ പുറത്തിട്ട് മറിച്ച് ഇത് ഷാർപ്പാക്കിയാനുള്ള ദോഷമെന്ന് പറയുന്നത്, ഇത് ഷാർപ്പായിരിക്കുമ്പോൾ ലൈൻസ്, ഇത് സ്പിന്നിങ് റീലാണ്. സ്പിന്നിങ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇതിങ്ങനെ ചുറ്റി പുറത്തേക്ക് പോകുന്നതിനാണ് സ്പിന്നിങ് റീൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്പിൻ ചെയ്ത് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് എന്താകും, ഇത് ഷാർപ്പായിട്ടുള്ള എഡ്ജ് ആണെങ്കിൽ ലൈൻ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു റീലിൻ്റെ ഏറ്റവും കെയർ ചെയ്യേണ്ട സ്ഥലമാണ് സ്പൂളിൻ്റെ എഡ്ജ്, ഈ സ്പൂൾ എഡ്ജ് എന്ന് പറയുന്ന ഈ സ്ഥലം. പിന്നെ സ്പൂള്, നമ്മൾ റീലിൻ്റെ സ്പൂള് മനസ്സിലാക്കുന്നത് ലെങ്തിൽ പോകുമെന്ന് മനസ്സിലാക്കുന്നത് ഈ സ്ലൈഡ് ചെയ്തിരിക്കുന്നുണ്ടോ, ഇങ്ങനെ സ്ലൈഡിങ് എഡ്ജാണ് കണ്ടോ. ചിലതാണെങ്കിൽ ഇങ്ങനത്തെ സ്ലൈഡ് കാണുന്നില്ല, നേരെ ഡീപ്പായിരിക്കും. അത് ബോട്ടം ഫിഷിങ്ങിനും അത് ഓരോ റീലും വ്യത്യാസപ്പെട്ടിരിക്കും. അത് ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഡൈവാടെ MGS, നോർമൽ MGS, പിന്നെ സ്ട്രൈക്ക് ഫോഴ്സ് എന്ന് പറയുന്ന കുറേ റീലുകളുണ്ട്. അതെന്ന് പറയുന്നത് ഒരു കാസ്റ്റിംഗ് ലെങ്ത് പോകുന്ന തരം റീലുകൾ. ആ ഡീപ്പ് സ്പൂളോട് കൂടിയ ബോട്ടം ഫിഷിങ്ങിനും അതുപോലെ തന്നെ ലൂറല്ല നമ്മൾ ബൈറ്റ് അടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെവി ആയിട്ടുള്ള വേറൊരു തരം റീലുകളാണ്. അപ്പോൾ ഒരു ഉദാഹരണം എൻ്റെ ഇപ്പോൾ ഇല്ല അതൊന്ന് കാണിക്കുക. ഞാൻ കൂടുതലും ഈ ലെങ്തിൽ എറിയാനും ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള റീലുകളാണ് ഞാൻ കൂടുതലും. എന്നിട്ട് ഫിഷിങ് നമുക്ക് പെർഫെക്ഷൻ ആക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം അത് തന്നെ, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, ലെങ്തിൽ എറിയണം, അങ്ങനെയുള്ള കുറേ സ്പെസിഫിക്കേഷനാണ് റീലിൻ്റെ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മളിത് കണ്ടത്. ഇങ്ങനെ നമുക്കിതിനെ ഊരിയെടുക്കാം, ഇതുപോലെ നമുക്ക് ഉറപ്പിക്കാം. ഡ്രാഗ് ഓവർ ടൈറ്റ് ആക്കരുത്. ഈ ഡ്രാഗിൻ്റെ ഇത് മാത്രമല്ല ഗുണം, നമുക്ക് ഒരു മീൻ പിടിച്ചാൽ ലൈൻ പൊട്ടിപ്പോകാതിരിക്കാനും കൂടെ ഈ ഡ്രാഗിനെ നമ്മളെ സഹായിക്കും. അതാണ് ഡ്രാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ വലിക്കുന്നതിനെയാണ് ഡ്രാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു മീൻ വന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഡ്രാഗ് ചെറുതായിട്ട് ലൂസായി പോയാൽ നമുക്ക് ഹെൽപ്പാണ്. നൂല് പൊട്ടിപ്പോകും. ഇത് വലിക്കുന്ന പാടെ ഈ ഡ്രാഗ് വർക്ക് ചെയ്യാതെ ഇരുന്നാൽ എന്താകും, നൂലങ്ങ് പൊട്ടിപ്പോകും. പിന്നെ ഇതിനകത്ത് ഡ്രാഗിനകത്തൊരു നോയ്സ് ഉണ്ട്, ഒരു സൗണ്ട് ഉണ്ട്. നമ്മൾ കണ്ടോ, ഇത് നൂല് മീൻ പിടിച്ച് വലിക്കുമ്പോൾ ഇതിനൊരു നോയ്സ് ഇങ്ങനെ ഉണ്ടാകും. അതെന്തിനാണ്, നമുക്ക് മീൻ പിടിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അതൊരു ഒരു നമ്മൾ മീൻ പിടിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളൊരു സംഭവമാണ് മീൻ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന നോയ്സ് സൗണ്ട്. നമ്മുടെ നോയ്സ് എന്ന് വെച്ചാൽ ഡ്രാഗ് നോയ്സ് എന്ന് പറയും. അത് ഏറ്റവും ഹെൽപ്പും നമുക്ക് മീൻ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി. എത്ര കാശ് കൊടുത്താലും കിട്ടാത്തൊരു സന്തോഷമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. എത്ര നമ്മൾ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഫിഷിംഗ്. അതിന് നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, മൊബൈൽ മേടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലൊരു സംഭവമാണ് ഒരു റോഡ് റീൽ. ഒരു 1500 രൂപയ്ക്ക് നമുക്ക് റോഡ് റീൽ നമ്മുടെ കടയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ചു കൊടുക്കുന്ന മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ഫിഷിംഗ് റോഡ് ആൻഡ് റീലാണ്. അവർ കുറച്ചും കൂടെ ഔട്ട്സൈഡ് ഫിഷിങ്ങിനും നാട്ടുകാരെ കാണുകയും നാടുമായിട്ട് സമ്പർക്കവും നമ്മുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്ന് പറഞ്ഞാൽ മൊബൈലും കളിച്ച് വിരയ്ക്കാത്തിരുന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഇതുപോലത്തെ റോഡ് റീൽ മേടിച്ചാൽ അവന് ഫിഷിങ്ങിന് പോകും. നീന്തലും പഠിപ്പിക്കണം. അതുപോലെ വെള്ളത്തിൽ ചാടി മീൻ പിടിക്കാനല്ല, അല്ലാതെ ഫിഷിങ്ങിന് പോകുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള മെൻ്റലി ഹെൽത്തിന് ഏറ്റവും ഉത്തമമായ ഒരു ഗെയിമാണ് ഫിഷിംഗ് ഗെയിം. അതുകൊണ്ട് അത് പറയാം. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു സൈഡായിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഫുൾ ഡ്രാഗ് വയ്ക്കരുത്, ഫുള്ള് ടൈറ്റാക്കി വയ്ക്കരുത്, ഒരു ഹാഫ് ഡ്രാഗ് വയ്ക്കുക. അപ്പോൾ മീൻ പിടിച്ചാൽ നമുക്ക് അറിയണം. അത് നമുക്ക് പിടിച്ച് റിഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യേണ്ടത് എപ്പോഴും മീൻ പിടിച്ചാൽ നമ്മളെപ്പോഴും ഹാൻഡിൽ ഇതിനെ ഇവിടെ ഒരിക്കലും സ്റ്റിക്കിൻ്റെ ഈ പോർഷനിൽ ഒരിക്കലും നമ്മൾ മീൻ കിട്ടുമ്പോൾ ഈ ഭാഗത്തേക്ക് പിടിക്കുകയും ചെയ്യരുത്. ഈ ഹാൻഡിൽ ഇവിടം തൊട്ട് ഇവിടം വരെ എവിടെ വേണേലും നമുക്ക് പിടിക്കാം, ഹാൻഡിൽ ചെയ്യാവുന്ന പറ്റുന്ന സ്ഥലം ഇത്. ഇങ്ങനെ പിടിക്കാം കണ്ടോ. ഇതാണ് അതിൻ്റെ ലിഫ്റ്റിങ്. ഇങ്ങനെ പെതുക്കെ ഒരു 45 ഡിഗ്രിയെ ഇതിനെ ലിഫ്റ്റ് ചെയ്യാവുള്ളൂ. ഓവറായിട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്ക് ഒടിഞ്ഞിരിക്കും. അതാണ് സ്റ്റിക്ക് ഒടിയുന്ന ഫസ്റ്റ് ഡേഞ്ചറസ് പൊസിഷനാണ്. ഇങ്ങനെ പൊക്കുന്നത്, ഇങ്ങനെ കീഴ്മേൽ പൊക്കി എന്തെടുക്കും, പവർ നേരെ ടിപ്പിൽ മാത്രം ചെല്ലും. എപ്പോഴും നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു 45 ഡിഗ്രി ഇത് ഇത്രയേ പൊക്കാവുള്ളൂ. ഇങ്ങനെ ആക്കിയിട്ട് വീണ്ടും താഴോട്ട് പിടി ചുറ്റി തന്നെ കയറണം. വീണ്ടും വലിച്ച് 45 ഇച്ചിരി കൂടെ മേലോട്ട് വന്നാലും കുഴപ്പമില്ല. ഓവർ 90 വന്നു കഴിഞ്ഞാൽ ഒടിഞ്ഞിരിക്കും ഉറപ്പായിട്ട്. പിന്നെ മീൻ പിടിക്കുമ്പോൾ കൊടി പോലെ ഇങ്ങനെ പിടിച്ച് തൂക്കി പിടിച്ചാലും സ്റ്റിക്കിൻ്റെ ബാലൻസ് മാറും. അതൊക്കെ. പിന്നെ വശങ്ങളിലേക്ക് 2 വശങ്ങളിലേക്കും വലിച്ചാൽ സ്റ്റിക്ക് ഒടിയാനുള്ള ചാൻസ്. അപ്പോൾ അതിൻ്റെ പവർ മാറുക, നമ്മൾ ഗൈഡിൻ്റെ പവർ മാറിയിട്ട് സ്റ്റിക്കിലോട്ട് അതിൻ്റെ പവർ കയറും. എപ്പോഴും ഗൈഡ് സപ്പോർട്ട് ചെയ്ത് ചെയ്യണം നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ടത്. ഇത് ഓർക്കുക. ഇത് പിന്നെ ഇടതുവശത്ത് മാത്രം, ലെഫ്റ്റ് ഹാൻഡിൽ മാത്രം. അത് പറയും എനിക്ക് വലത് കയ്യാ ഇഷ്ടം, അങ്ങനെ പറ്റത്തുള്ളൂ. അത് പറഞ്ഞാൽ അത് റോഡ് കേടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ മാത്രം, അത് റീൽ വരുന്നത് പോലും അങ്ങനെയാണ്. ലെഫ്റ്റ് ഹാൻഡിലിട്ട് കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ ഹാൻഡിലിട്ട് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഈ ഇതിന് വെയിൽ എന്ന് പറയുന്നത്,
ഇതിനെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് തുറക്കാൻ പറ്റും. വളരെ സോഫ്റ്റായിട്ട് തുറന്നാൽ മതി. അതിനകത്ത് വളരെ സോഫ്റ്റ് അങ്ങനെ തുറന്നാൽ കുറേ നാളിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ച് കാസ്റ്റ് ചെയ്യാൻ സുഖം. നമ്മുടെ വിരലിൻ്റെ മുന്നിൽ തന്നെ ഈ ലൈൻ എത്തും, നമുക്ക് കാസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവനെ ചുറ്റി വരുമ്പോൾ ഈ ഭാഗത്ത് ഈ തുറക്കുന്ന ഈ സാധനം ഇവിടെ വരുമ്പോൾ ഇത് അടയുന്ന സ്ഥലമാണ്. കണ്ടോ, ലോക്ക് വീഴുന്ന സ്ഥലം ഉണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ തുറന്നാൽ എന്തെടുക്കും സംഭവിച്ചാൽ അപ്പം തന്നെ ലോക്ക് വീഴുകയും ചെയ്യും. കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സഡനായിട്ട് ലോക്ക് വീഴും. അപ്പോൾ എന്താവും, നമ്മുടെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വെയിൽ ക്ലോസ് ആകുമ്പോഴത്തേക്ക് പവർ ഇതിൻ്റെ റോഡ് ടിപ്പിൽ ചെന്നിട്ട് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കാസ്റ്റ് പോകത്തില്ല, നമ്മുടെ എറിയുന്നത് ദൂരം പോകത്തില്ല. അപ്പോൾ ലൂറിൻ്റെ വെയിറ്റ് കൊണ്ട് റോഡ് ടിപ്പ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു നമ്മുടെയൊക്കെ അനുഭവത്തിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും ഒത്തിരി ആൾക്കാരുടെ അനുഭവം എനിക്കും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വലതുവശത്ത് മാത്രം തുറക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നൂലിടേണ്ടത് ഈ കാണുന്ന ചിലർ വിചാരിക്കും ഈ ചിലപ്പോൾ ഇതുപോലുള്ള വൈൽഡ് കാറ്റ് പോലുള്ള ഈ റോഡുകൾ മേടിക്കും ഇവിടെ ഒരു കമ്പി വളഞ്ഞിരിക്കുന്നു. ചിലർ ഇവിടുന്നേ തുടങ്ങുന്നു നൂലിടുന്നത്. ലോക മണ്ടത്തര. അങ്ങനെ ഈ സാധനം വെച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു നൂല് കയറ്റാൻ അത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻഡിൽ ലൂറിൻ്റെ ചൂണ്ടയൊന്ന് കണക്ട് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ സാധാ ചൂണ്ടയാണെങ്കിൽ ഒന്ന് ലാസ്റ്റ് എൻഡ് വെക്കുന്നതിന് വേണ്ടി മാത്രം ഇതിൻ്റെ ഉപയോഗം. അല്ലാതെ ഒരു ഉപയോഗം വേണമെങ്കിൽ അത് എടുത്ത് കളഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ലൂറ് തൂക്കിയിടുന്നതിന് വേണ്ടി, തൂങ്ങി ആടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം വെക്കുന്ന ഒരു സാധനമാണത്. ഇത് കാണാം, ഈ ഗൈഡിൽ നിന്നാണ് നമ്മൾ നൂലെൻ്റെ പുറത്തോട്ട് പോകേണ്ടത്. അപ്പോൾ പിന്നെ പറയുമ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത്. ഈ നൂല് വെളിയിൽ കൂടെ അല്ല പറയേണ്ടത്, ഈ പുള്ളിക്കകത്തൂടെ, ഈ കപ്പിക്കകത്തുകൂടാണ് നൂല് പുറത്തോട്ട് പോകേണ്ടത്. വെളിയിൽ കൂടെ വന്നാൽ എറിയാൻ പറ്റും, പക്ഷേ തിരിച്ചു ചുറ്റാൻ പറ്റില്ല. തിരിച്ചു ചുറ്റണമെങ്കിൽ ഈ വെയിലാമിനകത്തൂടെ, ഈ വെയിലാം ലൈൻ റണ്ണർ എന്ന് പറയും സാധനം, ഈ റണ്ണറിനകത്തൂടെ വന്നാൽ മാത്രമേ നൂല് ചുറ്റി കയറ്റാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ കറങ്ങുന്നതനുസരിച്ച് നമുക്ക് ഇതിനകത്തൊരു സെൻറ്റർ ഷാഫ്റ്റ് ഉണ്ട്. റീലിനുള്ളിൽ ഒരു സെൻറ്റർ ഷാഫ്റ്റ് ഉണ്ട്. ഈ സെൻറ്റർ ഷാഫ്റ്റ് ഈ ഗിയറിനകത്തൂടെ മുകളിലോട്ടും താഴോട്ടും കൂടെ അതിനെ ലെവൽ വൈൻഡിങ്, ലൈൻ വൈൻഡിങ് എന്ന് പറയും. ആ സംഭവത്തിനാണ് ലൈൻ നമ്മൾ വൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഷിഫ്റ്റ്, ഈ മേളോട്ടും താഴോട്ടും കണ്ടോ ഇത് മൂവ് ആകുന്നത്. അപ്പോഴാണ് ലൈൻ കറക്റ്റായിട്ട് ഇത് ലൈൻ ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കും കയറിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ആ സ്പൂള് താഴോട്ടും മേളോട്ടും മാറുന്നതനുസരിച്ച് നൂല് കറക്റ്റ് ലെവലിൽ കയറും. അതൊന്ന്. ഇത് കയറുന്ന സമയത്ത് ഈ നൂല് ഏതെങ്കിലും ഒരു വശങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ, എന്നുവെച്ചാൽ ബാക്കിൽ നൂല് കൂടുതലായിട്ട് കയറുവാണെങ്കിൽ നമ്മൾ എറിയുമ്പോൾ നൂല് കുരുങ്ങിച്ചാടുന്നത് ശ്രദ്ധിച്ചാണ്. ചിലർ ഫിഷിങ്ങിന് പോകുമ്പോൾ നൂല് എറിഞ്ഞിട്ട് എത്ര എറിഞ്ഞിട്ട് നൂല് കുരുങ്ങിപ്പോകുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ബാക്കിലാണ് നൂല് കൂടുതൽ കയറുന്നുണ്ടെങ്കിൽ ഈ സ്പൂൾ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഊരിയെടുത്ത് മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് ഒരു വാഷർ ഊരി മാറ്റുക. എന്നിട്ട് രണ്ടാമത് ആ സ്പൂൾ ഇട്ടിട്ട് ടൈറ്റ് ആക്കുക. അപ്പോൾ എന്താകും, ഈ അടിയിൽ കയറുന്ന നൂല് കുറച്ചും കൂടെ നമ്മുടെ സ്പൂൾ കുറേയും കൂടെ ബാക്കിലോട്ട് നീങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രശ്നം മാറി കറക്റ്റ് വൈൻഡിങ് കിട്ടും. അതിൻ്റെ അലൈൻമെൻറ്റിനുണ്ടാകുന്ന ചെറിയ വ്യത്യാസമാണെന്ന് പറഞ്ഞത്. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഒരു വാഷർ മേടിച്ചാൽ സെൻറ്റർ ഷാഫ്റ്റിനകത്ത് ഇട്ട് കൊടുത്ത് അതിനെ മുന്നോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോഴേക്ക് അത് കുറച്ചും കൂടെ മുന്നോട്ട് മാറുമ്പോൾ ആ മുന്നിൽ നിറയുന്ന ഭാഗം മാറി ലെവലിൽ വൈൻഡ് ചെയ്യും. അത് ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ റോഡും റീലും എടുക്കുമ്പോൾ നിങ്ങൾ ഏത് തരം ഫിഷിംഗ് ആണെന്ന്, നിങ്ങളിപ്പോൾ കട്ട്ല ഫിഷിംഗ് അങ്ങനെയുള്ള സാധനത്തിനാണ് പോകുന്നത്, അല്ലെ ലൂർ ഫിഷിംഗ് മൾട്ടിപർപ്പസ് പോകുന്നത്. ഇത് ഓൺലി ഫോർ ലൂർ ഫിഷിംഗ് റീലാണ്. അതിനാണ് ഫസ്റ്റ് ഞാൻ ഷിമാനോ റീല് കാണിച്ചത്. ഓൺലി ഫോർ ലൂർ ഫിഷിംഗ്. ഇതുമായിട്ട് അമൂറ് പിടിക്കണം, തെരണ്ടി പിടിക്കണം എന്ന് വാശി പിടിച്ചാൽ അന്ന് ഈ സാധനം കളയേണ്ടി വരും. അത് ഓർക്കുക. അതുകൊണ്ടാണ് ഞാൻ ലൂർ ഫിഷിങ്ങിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. ഈ ഷിമാനോ FX എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാറ്റഗറി, ഇപ്പോൾ ഈ അവസ്ഥയിലുള്ള റീലുകളെല്ലാം ലൂർ ഫിഷിംഗ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത് ഇതൊന്ന് പറഞ്ഞു, ഞാനിപ്പോൾ ഏകദേശം ചുറ്റി പറഞ്ഞു. നല്ല സാധനമാണ്. 2200 രൂപയാണ് നമ്മുടെ കടയിൽ വില. 2250 ഷിമാനോ FX നിങ്ങൾക്ക് കിട്ടും. ഒരു 50 രൂപ സെൻഡിങ്, നോർമലി ഒരു 50 രൂപയാണ് സെൻഡിങ് ചാർജ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ലുക്കാന കൊമാഡോ എന്ന് പറയുന്ന റീല്, ഇതൊരു മൾട്ടിപർപ്പസ് റോഡാണ്. ഒരു മൾട്ടിപർപ്പസാണ്. ഇതും ഒരു 2500 2400 റേഞ്ചിന് വരുന്ന ഒരു മെറ്റൽ ബോഡി, ഒരു അലുമിനിയം മെറ്റൽ സ്പൂളും അലുമിനിയത്തിൻ്റെ മെറ്റൽ ഹാൻഡിലും പവർ ഹാൻഡിലും ഒക്കെ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സാധനം. ഒരു 9 ബെയറിങ്, ബോൾ ബെയറിങ്ങോട് കൂടിയ ഒരു 18 കിലോ ഡ്രാഗ് കപ്പാസിറ്റിയോട് കൂടിയ നമുക്ക് കട്ട്ല ഫിഷിങ്, ഇപ്പോൾ ജസ്റ്റ് ലൂർ ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കാം. എന്നാലും പർപ്പസ് എന്ന് പറഞ്ഞാൽ പക്കാതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള കട്ട്ല ഫിഷിങ്, ബെയ്റ്റ് ഫിഷിങ്ങിനാണ് ഏറ്റവും ബെസ്റ്റ്. ലൂർ ഫിഷിങ് വേണമെങ്കിൽ ചെയ്യാം, കുറച്ച് നൂല് കൂടുതൽ കയറും. അപ്പോൾ കാസ്റ്റിംഗ് ലെങ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ കപ്പുകൾ നിറഞ്ഞിരിക്കണം. ചില റീലുകളൊക്കെ നമ്മൾ എറിയുമ്പോൾ പോകാതെ വരുന്നതുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട്
ലൈൻ ഉപയോഗിക്കുമ്പോഴത്തെ 8x ബ്രൈഡ് 9x ബ്രൈഡുകൾ ഉപയോഗിക്കും. അപ്പോൾ വെള്ളം പിടിക്കാതെ കുറച്ച് സ്മൂത്തായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അത് മാക്സിമം ലൈൻ കനം കുറച്ച് പവർ കൂടിയ നൂലുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും. അതുപോലെ ഈ 4x നൂലൊക്കെ ഉപയോഗിക്കാം. അത് ബോട്ടം ഫിഷിങ്ങിനോ ഈ ഇച്ചിരി ഹെവി ആയിട്ട് കട്ട്ള അതുപോലുള്ള രോഹു അങ്ങനെയുള്ള ഈ ബൈറ്റ് ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കത്തില്ല. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് സാധാരണ ത്രെഡ് നൂലൊക്കെ സാധാരണ തന്നെ ഒരു 4x കപ്പാസിറ്റിയൊക്കെ ഉള്ള ലൈനുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇത്തരം ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ ബൈറ്റ് ഫിഷിങ്ങിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റീലാണ് കൊമാഡോ. അതിൻ്റെ സ്റ്റോൺ ഐലൻഡ് അങ്ങനെ കുറേ ഹെവി ആയിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം എല്ലാത്തിനെയും കൂടെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനും കുറേ അപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ഇതുപോലുള്ള റീലുകളാണ് മൾട്ടി പർപ്പസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ ബൈറ്റ് ഫിഷിങ്ങും ലൂർ ഫിഷിങ്ങും ചെയ്യാം. ഇതിന് മേളോട്ട് വരുന്ന പിന്നെ ഒൺലി ബൈറ്റ് ഫിഷിംഗ് ആയിരിക്കും. അതായിരിക്കും ഏറ്റവും നല്ലത്, ബോട്ടം ഫിഷിങ്ങിന് നല്ല. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു സർഫ് കാസ്റ്റിംഗ് റീലാണ്. സർഫ് കാസ്റ്റിംഗ് റീൽ എന്ന് പറഞ്ഞാൽ ഡീപ്പിലേക്ക് നൂല് നിറയത്തില്ല. കണ്ടോ, വൈഡായിരിക്കും. ഇതിൻ്റെ സ്പൂളെന്ന് പറയുന്നത് വൈഡാണ്. പിന്നെ സ്ലൈഡ് ചെയ്തിരിക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സ്ലൈഡിങ് എഡ്ജാണ് ഇതിൻ്റെ. സ്പൂളിൻ്റെ എഡ്ജൊക്കെ നല്ല സ്ലൈഡ്, നല്ല മാക്സിമം. ഇതിനിപ്പോൾ ഒരു ഇപ്പം ഞാൻ നോക്കിയിട്ട് 30 mm ഒരു 150 170 അല്ല 200 മീറ്റർ ആ ലെങ്തിലെ ഈ നൂല് കയറത്തുള്ളൂ ഇതിനകത്ത്. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഷാലോ സ്പൂളാണ്. എന്ന് വെച്ചാൽ ഡീപ്പ് അല്ലാത്ത ഷാലോ സ്പൂളാണിത്. ഇത്തരം സ്പൂളുകൾക്ക് ഇങ്ങനെ പറയത്തുള്ളൂ, സർഫ് സ്പൂൾ എന്ന് പറയും. ഇതിൻ്റെ ഒരു ഗുണം വെച്ചാൽ നമുക്ക് മാക്സിമം ലെങ്തിലേക്ക് എറിയാൻ പറ്റും. മാക്സിമം ലെങ്തിലേക്ക്. ഇതിൻ്റെ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു 18 ബെയറിംഗ് 18 നോക്കട്ടെ 15 ബോൾ ബെയറിംഗ്. 15 ബോൾ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം എവിടെയൊക്കെ ബെയറിംഗ് കൊടുക്കാൻ പറ്റും അവിടെ എല്ലാം. എന്ന് വെച്ചാൽ ഡ്രാഗിനകത്തുണ്ട്, ഇതിലുണ്ട്, പിന്നെ ഇതിൻ്റെ 2 വശങ്ങളിലും ഉണ്ട്, സെൻട്രൽ പിനിയൻ ഗിയർ, അങ്ങനെ ഷാഫ്റ്റ്, പിന്നെ അതിൻ്റെ ഗിയറിനകത്ത് എല്ലാം മാക്സിമം എവിടെ എല്ലാം ഇതിനകത്തൊക്കെ ബെയറിംഗ് ഉണ്ട്. അപ്പോൾ മാക്സിമം എവിടെയൊക്കെ ബെയറിംഗ് കൊടുക്കാം. അത്രയും സോഫ്റ്റും സ്മൂത്ത്നെസ്സുമാണ് ഇത്തരം റീലുകൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഫുൾ മെറ്റലായത്. മെറ്റൽ പീസ് കയറ്റി വെച്ചിരിക്കുന്നത് ഹാൻഡിൽ. ഈ റീൽ സീറ്റ് എന്ന് പറയുന്ന ഈ പോർഷൻ ഒരു മെറ്റൽ ഇത് മൊത്തം മെറ്റലാണ്. ഉണ്ടോ, വളരെ സിമ്പിളാണ്. വലിയ മെക്കാനിസം ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള റീലാണ്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഷാഫ്റ്റൊക്കെ തന്നെ വളരെ ഹെവിയാണ്. വെറും 2000 രൂപ, 8000 സീരീസ് വെറും 2000 രൂപയ്ക്ക്. എന്ന് വെച്ചാൽ ഷിമാനോ റീലിനെക്കാട്ടിയും വില കുറവേ ഉള്ളൂ ഇതിന്. ഈ റീലിന് ഇത്രയും വലിപ്പമുണ്ട്. എന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു കൊറിയൻ റീലായത്. അപ്പോൾ ഞാനിത് വരികയുണ്ടോ ഇതിൻ്റെ സെൻറ്റർ ഷാഫ്റ്റ്. പിന്നെ നമ്മൾ സെൻറ്റർ ഷാഫ്റ്റ് ഒരു റീല് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഹെവി ആയിട്ടുള്ള മീനെ പിടിക്കുമ്പോൾ സെൻറ്റർ ഷാഫ്റ്റ് വളരെ ഉപകരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇതിൻ്റെ പവർ മൊത്തം ചെന്ന് കയറുന്ന ഇതിനകത്താണ്. ഇത് വളഞ്ഞു പോയാൽ ഇത് കണ്ടോ, ഇത് മൂവ്മെൻറ്റ് നോക്ക്, മുകളിലോട്ടും താഴോട്ടും പിന്നെ ആടത്തിൽ ഈ താരത്തിൽ ഈ ലെവൽ വൈൻഡിങ് ഇല്ലാതാകും. റീല് പോയി, പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ എപ്പോഴും ഒരു റീല് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെൻറ്റർ ഷാഫ്റ്റ് വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഗിയർ റേഷ്യോ 2ാം സ്ഥാനമേ ഉള്ളൂ. ചിലർ ഗിയർ റേഷ്യോ അത് ലൂർ കാസ്റ്റിംഗ് റീലുകൾക്ക് മാത്രം നോക്കിയാൽ മതി. ഗിയർ റേഷ്യോയും ഇത് നമ്മൾ ബൈറ്റ് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന റീലുകൾക്ക് ഗിയർ റേഷ്യോയ്ക്കകത്ത് എന്നിട്ട് അടിച്ചിട്ട് മീൻ കിട്ടുമ്പോൾ ചുറ്റിയെടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ ലൂർ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന റീലുകൾക്കാണ് ഗിയർ റേഷ്യോയും മറ്റുള്ള വയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ. അത് രണ്ടിനും ഉപയോഗിക്കാം, രണ്ടിനും ഹെൽപ്പാകും. വലിയ മീൻ കിട്ടിയാൽ ചുറ്റിയെടുക്കുന്ന ഇത്തരം റീലുകൾക്കും ബെയറിംഗ് കൊണ്ടുള്ള ഗുണം ഒത്തിരി ഉണ്ട്. അപ്പോൾ റേഷ്യോ കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ലൂർ ഉപയോഗിക്കുന്നത് നമുക്ക് വൈൻഡിങ്ങിനകത്തുണ്ടാകുന്ന ആക്ഷനും സ്പീഡും ഒക്കെ, പിന്നെ പെട്ടെന്ന് നൂല് ചുറ്റിയെടുക്കാൻ പറ്റുന്നതുമൊക്കെ ഒത്തിരി ഗുണങ്ങൾ ചെയ്യും ഗിയർ റേഷ്യോ കൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഓർമ്മയിൽ. ഞാനിതൊന്നും പെട്ടെന്ന് ഇപ്പോൾ പഠിച്ചിട്ട് ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞ് വന്നതല്ലേ. ഇത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കഴിവതും ആൾക്കാർ മണ്ടത്തരം പിന്നെ ഈ റീലിനകത്ത് മണ്ടത്തരം കാണിക്കുന്നുണ്ട്. ഇത് മീൻ പിടിക്കാൻ പോയിട്ട് വന്നിട്ട് ബക്കറ്റും വെള്ളത്തിനകത്തിട്ട് മുക്കി കഴുകി കൊണ്ട് വയ്ക്കും. അത് ലോകത്തിലെ ഏറ്റവും വലിയ വേണ്ടത്. ആ റീൽ നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ബക്കറ്റ് വെള്ളത്തിലോ പൈപ്പിൻ്റെ വെള്ളത്തിലോ ഇത് അടിയിൽ വെച്ചൊന്നും കഴുകി വൃത്തിയാക്കുക. അതിൻ്റെ ആവശ്യമില്ല. ഫിഷിംഗ് റീൽ കഴുകേണ്ട കാര്യമില്ല. ഇനി അത്യാവശ്യമാണെങ്കിൽ ഒരു തുണിയെടുത്ത് നല്ല കടലിൽ പോയിട്ട് വരുവാണെങ്കിൽ തുണിയെടുത്ത് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് ഒന്ന് തുടച്ച് വയ്ക്കുക. അല്ലാതെ ഒരിക്കലും ഫിഷിംഗ് റീൽ കഴുകരുത്. ഫിഷിംഗ് റീലിനകത്ത് വെള്ളം കയറിയാൽ ഇതിൻ്റെ ഫസ്റ്റ് പോകുന്ന പറഞ്ഞാൽ സെൻറ്റർ ഷാഫ്റ്റിനും പിനിയൻ ഗിയർ എന്ന് പറയുന്ന സാധനം ഇതിനെ കറക്കുന്നത്. ആ സെൻറ്റർ ഷാഫ്റ്റ് പോകുന്ന ഒരു സംഭവമാണ് ഗിയർ, പിനിയൻ ഗിയർ. പിനിയൻ ഗിയറിൻ്റെ സെൻറ്ററിൽ കൂടാണ് പോകുന്നത്. അവിടെ ഒരു പിനിയൻ ഗിയറിനെ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടി ഒരു ബെയറിംഗ് വെച്ചിട്ടുണ്ട്. ആ ബെയറിംഗ് അങ്ങ് തുരുമ്പിച്ചു പോകും. അതാണ് ഉപയോഗിക്കാതിരിക്കുന്നത്. വെള്ളത്തിൽ മുക്കി കഴുകിയിട്ടൊക്കെ വെക്കുന്ന റീലിൻ്റെ ഫസ്റ്റ് കേട് വരുന്നത്. അവിടെ പോയി പിന്നെ അഴിച്ച് പണിഞ്ഞ് അതിൻ്റെ ഗിയർ എല്ലാം അഴിച്ച് ബെയറിംഗ് ഒക്കെ തുരുമ്പ് കളഞ്ഞാൽ പുതിയ ബെയറിംഗ് ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പരിപ്പളായി പോകും. അപ്പോൾ അത് മാക്സിമം റീലുകളൊക്കെ സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ആവശ്യക്കാർ ഈ റീലിൻ്റെയൊക്കെ വിലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2000, 2400, 2700 ഇതൊക്കെയാണ് നോർമലി. നമുക്ക് കാര്യങ്ങൾ തുടക്കക്കാർക്ക് ഏറ്റവും സെലക്ട് ചെയ്ത് ഒരു ഫിഷിംഗ് റോഡ് റീല് ഏതൊക്കെ രീതിയിൽ മേടിക്കണം,
എന്നുള്ള ഒരുപാട് പൈസ കൊടുത്ത് റോഡും റീലും ഒന്നും മേടിക്കണ്ട. മാക്സിമം ഒരു തുടക്കക്കാർ 3000 രൂപ, അതെൻ്റെ കയ്യിലുണ്ട്. 3000 രൂപ നല്ല ഓഫറുണ്ട്. ഇനി അതിലും ബേസ് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ 1500 രൂപയ്ക്കും 2000-നും 2500-നും നമുക്ക് റീലുകൾ തരാൻ പറ്റും. അപ്പോൾ ഇത്തരം റോഡും റീലും ഒക്കെ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞ് മേടിക്കാൻ എന്നെ വിളിക്കാം. എന്നെ വിളിക്കേണ്ട നമ്പർ 9496262571. എൻ്റെ ഗൂഗിൾ പേയും എൻ്റെ വാട്സപ്പ് നമ്പരും ഇതാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പേരും സ്ഥലവും എഴുതിയിട്ട് വാട്സപ്പിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ചേട്ടാ അല്ലെങ്കിൽ ബാബു എനിക്ക് ഇന്ന സാധനം വേണം അതെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ പേര് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ഞാൻ തന്നിരിക്കും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. നമ്മൾ എല്ലാത്തിനും മറുപടി എന്നെ കൊണ്ട് സമയം പോലെ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കമൻറ്റൊക്കെ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ കമൻറ്റ് ഇട്ടാലും കുഴപ്പമില്ല, ഞാനത് ശ്രദ്ധിക്കും. എന്നാലും ചിലപ്പോൾ ഞാൻ യൂട്യൂബിലെ കമൻറ്റുകളൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഞാൻ വരാം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഫിഷിങ് ചെയ്യുക, എൻജോയ് ചെയ്യുക. കാശ് കൊടുത്ത് സന്തോഷം മേടിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ഒരു ഗെയിമാണ് ഫിഷിംഗ് ഗെയിം. അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സന്തോഷിക്കുക. താങ്ക് യു, ബൈ.